ചാണ്ടി ഉമ്മന്റെ കത്തിന് പിന്നാലെ യദുവിന് നിയമസഭയിൽ ജോലി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായതിനെ തുടർന്ന് KSRTC ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി. യദുവിന് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിനെ തുടർന്നാണ് യദുവിന് KSRTCയിലെ ജോലി നഷ്ടപ്പെട്ടത്. ആര്യക്കെതിരെ യദുവും പരാതി നൽകിയിരുന്നു. 2024 ഏപ്രിൽ 28-ന് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലായിരുന്നു സംഭവം. ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും ബന്ധുക്കളും നടു റോഡിൽ കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ് തർക്കമുണ്ടാക്കുകയായിരുന്നു. വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. തുടർന്ന് യദുവിനെതിരെ കേസെടുത്തു. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസെടുത്തത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു യദു ഓടിച്ച സൂപ്പർഫാസ്റ്റ് ബസ്. മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന് യദു പോലീസിന് മൊഴി നൽകിയിരുന്നു. പാളയത്ത് സിഗ്നലിൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ കുറുകെയിട്ടു. ആദ്യം കാറിൽ നിന്നിറങ്ങിയ ആൾ അസഭ്യം പറഞ്ഞു. അപ്പോൾ തിരിച്ചും പ്രതികരിച്ചു. പിന്നാലെ കാറിൽ നിന്നിറങ്ങിയ ആൾ MLA ആണെന്ന് അറിഞ്ഞില്ലെന്നും മൊഴി നൽകി. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞ് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. പിന്നീട് വിവാദമായതോടെയാണ് കേസെടുത്തത്. കോടതിയിൽ മേയർക്ക് അനുകൂലമായാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. KSRTC ഡ്രൈവർമാരെ തെരഞ്ഞെടുക്കാനുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ യദു ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേരുള്ള പട്ടികയിൽ 15 പേർക്ക് ഇതിനോടകം നിയമനം നൽകി. തനിക്കും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യദു.